ബില്യാർഡ് അതുപോലെയുള്ള ബോർഡ് ഗെയിമുകൾ ഇവയൊക്കെയുള്ളൊരു റെസ്റ്റോറൻറ്റ് കഫേ ബിസിനസ് ചെയ്യുന്നതിൽ തെറ്റുണ്ടോ എന്നാണ് മറ്റൊരു ചോദ്യം. ഇതില് അത്തരത്തിലുള്ള ഗെയിമുകളുമായി ബന്ധപ്പെട്ട് ഒന്ന് എന്താ പറയാ, മനുഷ്യന്റെ സമയം ഒരുപാട് ആളുകൾ ഒരുമിച്ചിരുന്ന് അവരുടെ സമയം ഒരുപാട് അനാവശ്യമായി കളയുന്ന രൂപത്തിലുള്ളൊരു സാഹചര്യം അത്തരം ഗെയിമുകളുമായി ബന്ധപ്പെട്ട് കാണാറുണ്ട്. അതല്ലെങ്കിൽ നാട്ടിലൊക്കെ വൈകുന്നേരമായി കഴിഞ്ഞാൽ ഇത്തരം കഫേകളിൽ എത്തി അവിടെ ഒരുപാട് സമയം ചെലവഴിച്ച് ചില സന്ദർഭങ്ങളിലൊക്കെ വളരെ നിഷിദ്ധമായ പണത്തിനു വേണ്ടിയുള്ള കളികളും മറ്റൊക്കെ പരസ്പരം വാതുവെപ്പ് പോലെ അങ്ങനെ കളിക്കുകയൊക്കെ ചെയ്യുന്ന സാഹചര്യങ്ങൾ കാണാറുണ്ട്. അപ്പൊ ഏതായാലും അതിൻ്റെ ഒരു പരിസരം എന്ന് പറയുന്നത് അത്തരം കാര്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്യുക എന്നുള്ളത് ഒഴിവാക്കുന്നതാണ് ഇത്തരം ആശയക്കുഴപ്പങ്ങളിലേക്ക് പോകുന്നതിനേക്കാളൊക്കെ നല്ലത്. മാത്രമല്ല, ഒരു മനുഷ്യന് അയാളുടെ വാജിബാത്തുകളിൽ നിന്ന് അയാളെ പിറകോട്ട് വലിക്കുന്ന, അതായത് നമസ്കാരത്തിന് കൃത്യമായി പള്ളിയിലേക്ക് പോകുന്നത്, അതിൽ നിന്നൊക്കെ പിറകോട്ട് വലിക്കുന്ന രൂപത്തിൽ അതിന് തടസ്സമായി ഇത്തരം കളികൾ മാറുന്നു എങ്കിൽ അത് മുൻകറായ ലഹവുകളിൽ, അതായത് നിഷിദ്ധമായ മുൻകറായ ലഹവുകളിൽ ഉൾപ്പെടുകയും ചെയ്യും എന്നുള്ളതാണ്. അല്ലാത്ത നിലയ്ക്ക് ഒരാൾ ഇപ്പോൾ ബില്യാർഡ്സോ അല്ലെങ്കിൽ പിന്നെ ഗെയിംസോ ചില സമയത്ത് പിന്നെ അവരുടെ ഒഴിഞ്ഞ സമയത്ത് അവരുടെ ഒരു വിനോദത്തിന് വേണ്ടി ഒന്ന് കളിച്ചു എന്നതുകൊണ്ട് അത് നിഷിദ്ധമാകുന്നൊന്നും ഇല്ല എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത്. നേരെ മറിച്ച് ഷറഈയായ വാജിബുകളിൽ നിന്ന് അവരെ പിറകോട്ട് നയിക്കുന്ന രൂപത്തിലോ അതുപോലെ തന്നെ അനാവശ്യമായി അവരുടെ ഒരുപാട് സമയം അവർ ചെയ്യേണ്ട മറ്റു ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കാതെ അനാവശ്യമായി അവരുടെ സമയം അതിൽ നഷ്ടപ്പെടുകയും ചെയ്യുന്ന സാഹചര്യമൊക്കെ ഉണ്ടാകുന്നുണ്ടെങ്കിലാണ് അത് നിഷിദ്ധമായി മാറുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകാൻ ഇടവരുത്തുന്ന ഒരു സംരംഭം പോലെയാണ്. നേരെ മറിച്ച് പിന്നെ അത് നമസ്കാര സമയത്തോ മറ്റോ ഒക്കെ നമുക്ക് ആ കളി അനുവദിക്കുകയില്ല എന്നുള്ളതൊന്നും നമുക്കൊരു റെസ്റ്റോറൻറ്റിലോ അല്ലെങ്കിൽ ഒരു കഫേയിലോ ഒന്നും നമുക്ക് വെക്കാൻ സാധിക്കുകയില്ലല്ലോ. ഒരു പബ്ലിക്കായി പ്രത്യേകിച്ച് നമ്മുടെ നാട്ടിലൊക്കെ കോമൺ ആയി ആളുകൾ വരുന്ന ഇടങ്ങളായിരിക്കും. അപ്പൊ അതുകൊണ്ട് അത്തരത്തിലുള്ള ശുഭഹത്തുകൾ അതിൽ കടന്നു വരുന്നുണ്ട്. അത് കൂടുതൽ അതിനെക്കുറിച്ച് ആലോചിച്ച് അത് എന്താ പറയാ പിന്നെ മാത്രം അത് ചെയ്യുക എന്നുള്ളതാണ് അതിനെക്കുറിച്ച് പറയുവാനുള്ളത്. നമുക്കൊരു കാര്യം നിഷിദ്ധമെന്നും ഒരു കാര്യം ഹലാലെന്നും സുവ്യക്തമായി ഒരു വിഷയത്തിൽ പറയണമെങ്കിൽ കൃത്യമായ തെളിവ് ആവശ്യമാണ്. അപ്പൊ ഈ ഗെയിംസുകൾ ഇത് അനുവദനീയമായ രൂപത്തിലും കളിക്കാവുന്ന ഒന്നാണ്, നിഷിദ്ധമായ രൂപത്തിലേക്ക് പോകുന്നതുമായ ഒന്നാണ്. ഈ നിഷിദ്ധങ്ങൾ അവിടെ കടന്നു വരുന്നില്ല എങ്കിൽ അതിൽ കുഴപ്പമില്ല. വല്ലാഹു തആല ആലം. നേരെ മറിച്ച് ഈ നിഷിദ്ധങ്ങൾ കടന്നു വരികയാണെങ്കിൽ അതവിടെ നിഷിദ്ധമായി മാറുകയും ചെയ്യും.